ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് കുഞ്ഞിക്കലത്തപ്പം. അപ്പോൾ സാധാരണ നമ്മൾ കലത്തപ്പമൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്, നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നമ്മൾ കുക്കറിലല്ലേ കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നത് കുഞ്ഞിക്കലത്തപ്പം, ചെറുതായിട്ട് വട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്, ആരും കുക്കറിലൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പോഴാണ് എല്ലാവരും കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ് കേട്ടോ. ഇത് നമ്മൾ ഞാൻ 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചത്, കഴുകി കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇത് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചോറ്. ഞാനിവിടെ മട്ട റൈസ് എടുത്തിരിക്കുന്നത്, ഏത് അരി വേണമെങ്കിലും എടുക്കാം, കുറച്ച് മതി കേട്ടോ ചോറ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങ എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും തേങ്ങ കൊത്ത് ഇട്ടിട്ടല്ലേ വറുക്കുന്നത്. ഞാൻ തേങ്ങ കൊത്തല്ല, ഞാൻ തേങ്ങ ചിരവിട്ടിടുന്നത്. ഞാനത് ഉണ്ണിയപ്പത്തിലായാലും എല്ലാത്തിലായാലും ഞാൻ തേങ്ങ ചിരവി വറുത്തിട്ടിടുന്നത്. അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ശർക്കര ഒരു 3 അച്ച് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുതാട്ടോ, അപ്പോൾ അതുകൊണ്ട് 3 അച്ച് മതി. ഇവിടെ ഓവർ മധുരം ആർക്കും ഇഷ്ടമല്ല, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. പിന്നെ നിങ്ങൾക്ക് ഇത് വറുക്കാൻ വേണ്ടി നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇത് അരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പച്ചരി. പച്ചരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം മറന്നുപോയി. ഇതാ നമുക്ക് ഏലക്ക, ഒരു 2-3 ഏലക്ക ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനത് വിട്ടുപോയി പറയാൻ. ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അധികം ലൂസാക്കി അരച്ചെടുക്കണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാകണ്ട, ചൂടോടെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം, മാവിനകത്തേക്ക് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് കട്ടയായിരിക്കും. കരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനകത്ത് കുറേ വേസ്റ്റ് ഉണ്ടാവും, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ ഉണ്ടാക്കിയ ശർക്കര മുഴുവൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ വരണം കേട്ടോ. ദോശമാവിൻ്റെ പരുവാണ്. ദോശമാവിനേക്കാളും ഒത്തിരി ലൂസ് ഉണ്ട് കേട്ടോ. ദോശമാവിൻ്റെ അത്ര കട്ടിയില്ല, ഒരിത്തിരി ലൂസുണ്ട്. ഇങ്ങനെ വേണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ഈ തേങ്ങയും കൂടെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് വേണം നെയ്യ് ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ആക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. പിന്നെ നമ്മൾ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് വറുക്കാം. ഇത് തേങ്ങയും ചെറുള്ളിയൊക്കെ നന്നായിട്ട് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. മാവിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇത്തിരി ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതാ അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇതാ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ തവയായിട്ട് ഒഴിച്ചു കൊടുക്കാം.
സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് വേകുന്ന പോലെ ആയി വരുമ്പോൾ നമുക്കിത് ഒരടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. കലത്തപ്പം ആയി നോക്കാം നമുക്ക്. അത് നമ്മുടെ കലത്തപ്പം സെറ്റായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ട് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കാരണം വെന്തിരിക്കുമല്ലോ. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാം. നമ്മുടെ സൂപ്പർ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാട്ടോ, നല്ല സോഫ്റ്റാണ് എന്തോളം. അപ്പോൾ നമുക്കിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ടോ, നല്ല ആര് വന്നിട്ടുണ്ട്. നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കുക്കറപ്പം ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നല്ല ആര് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് അടിപൊളിയാണ്. ആര് കാണുന്നുണ്ടോ? നമ്മളിതുപോലെ ഹോൾസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ജീരകത്തിൻ്റെയും ഏലക്കായും ഒക്കെ ടേസ്റ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മധുരമെല്ലാം പാകത്തിനാട്ടോ. ഓവർ മധുരമില്ല, എന്നാൽ തീരെ മധുരം ഇല്ലാതൊന്നുമില്ല. അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുവരേക്കും ടാറ്റാ.